അസ്സലാമു അലൈക്കും. ന്യൂജൻ ഫാഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാനൊരു അടിപൊളി മോഡൽ ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതുപോലെ ഫ്ലീറ്റൊക്കെ ഉള്ള ഒരു മോഡൽ ഫ്രോക്കാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോഡി പാർട്ടിൽ ഒരു ബാൻഡ് വെച്ചിട്ട് അതിലിങ്ങനെ നമുക്ക് ടൈറ്റാക്കി കെട്ടാൻ പറ്റുന്ന പോലത്തെ രണ്ട് സൈഡിലും ഓരോ വള്ളിയൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് ഹാങ്ങിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ലീവ് എലാസ്റ്റിക് സ്ലീവാണ്. പിന്നെ ഞാൻ അതിൽ ലൈനിങ് ഒന്നും വെക്കില്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു ഗൗണാണിത്. ഫുൾ ലെങ്ത്തിലുള്ള ഒരു ഗൗണാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3.5 മീറ്റർ റയോൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിന് 1 മീറ്റർ 90 രൂപയാണ് റേറ്റ്. ഞാൻ ഇതിന് ലൈനിങ് ഒന്നും വെക്കണില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്കിങ്ങിലോട്ട് പോകാം. ഞാനിപ്പോൾ ഇതിൻ്റെ ആദ്യം ബോഡി പാർട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യം ബോഡി പാർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഈ തുണിനെ 4 വിരിച്ചിട്ടിട്ടുണ്ട്. ഈ തുണി നല്ല വീതിയുള്ള തുണിയാണ്. ഇത് 48 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ ചെസ്റ്റ് അളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തുണി വീതിയില്ലാത്തവരാണെങ്കിൽ ഇതിനെ റിട്ടേൺ ഇതുപോലെ മടക്കിയിടുക. നിങ്ങൾക്ക് എങ്ങനെ വിരിക്കുമ്പോഴാണ് കിട്ടുക അതിനനുസരിച്ചിട്ട് തുണിനെ ഒന്ന് വിടർത്തിയിടുക. ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ 4 തുണിനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 40 ഇഞ്ചാണ്. അതിൽ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിയിട്ട് 12 ഇഞ്ചാണ് നമ്മുടെ അളവ്. അവിടെ കറക്റ്റായിട്ട് 12 ഇഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഈ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കയറി ഇറങ്ങിയിട്ടായിരിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് ലൈനിട്ട് കൊടുത്തിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കാം. ബോഡി പാർട്ടിൻ്റെ ഫുൾ ലെങ്ത്ത് 15 ഇഞ്ചാണ്. അതിൽ കൂടെ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിയിട്ട് 16 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് കൈക്കുഴി. ഇവിടുന്ന് കൈക്കുഴി നമ്മൾ എവിടെയാണോ ഷോൾഡർ കെട്ടി അതിൻ്റെ താഴത്തേക്ക് ഇതുപോലെ 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ജോയിൻ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്തവിടെയും കൂടി ഒന്ന് ഒരു ജോയിൻ്റ് കൊടുക്കാം. ഇനി അടുത്തത് കൈക്കുഴി വരച്ച് കൊടുക്കാം. അതിന് ഇവിടുന്ന് മേലേക്ക് 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഞാൻ ആദ്യം വരക്കാൻ പോണത് ഫ്രണ്ട് കൈക്കുഴിയാണ്. ഇതുപോലെ റൗണ്ടാക്കിയിട്ട് നമ്മുടെ കൈക്കുഴി വരച്ചെടുത്തു. ഇനി അടുത്തത് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ബാക്ക് കൈക്കുഴിയും വരച്ചെടുത്തു. ഇനി അടുത്തത് നമുക്ക് നെക്കിൻ്റെ വീതി 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തു. ഇനി അടുത്തത് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം. ബാക്ക് 3. ഇവിടെയും 2.5 എടുത്ത് നമുക്കൊരു ബോക്സ് ആക്കി വരച്ചെടുക്കാം. ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ചെടുത്തു. ഇനി നമുക്ക് റൗണ്ട് നെക്ക് വരച്ചെടുക്കാം. ഞാൻ അങ്ങനെ കുറച്ച് വൈഡായി നിൽക്കുന്ന പോലത്തെ റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത്. അതുപോലെ കുറച്ച് വൈഡായിട്ട് നിൽക്കുന്ന റൗണ്ട് നെക്കാണ് ഫ്രണ്ട് പാർട്ടിൽ വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം വരച്ചെടുക്കാം. ഇനി അടുത്ത് ബാക്ക് നെക്കും ഞാൻ വരച്ചു. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് ഒന്ന് വരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തത് 12 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 11 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. നമുക്കൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇവിടെയും ഒരു ജോയിൻ്റ് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് സെപ്പറേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഞാൻ കൈക്കുഴി ഒന്ന് കുഴിച്ച് കെട്ടിയതും അതുപോലെ ഫ്രണ്ട് നെക്കൊന്ന് വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ തുണിനെ ഇതേ രീതിയിൽ 4 തുണി എത്രത്തോളം വീതിയുണ്ട് അതിനനുസരിച്ചിട്ട് 4 ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം. എനിക്ക് 36 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിയിട്ട് 37 ഇഞ്ച് ഞാൻ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത ശേഷം നമ്മൾ ഇതിൽ ഫ്ലീറ്റ് വെച്ചിട്ടാണ് നമ്മളിത് അരവണ്ണം കട്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വീതി എടുക്കുകയാണ്. ഇതിൽ വേറെ ഒന്നും ചെയ്യണം, ഇത്രയും വീതി എടുക്കുകയാണ്. അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗം ഇത് ഞാൻ ഈ തുണി ലെവലല്ലാത്തതുകൊണ്ടൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ ഇതിൻ്റെ താഴ്ഭാഗം ഈ ഒരു സൈഡിന് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെ കട്ട് ചെയ്യാൻ കൂടി നോക്കാം.
ഞാൻ ഇപ്പോൾ തുണീനെ സ്ലീവ് കെട്ടാൻ വേണ്ടിയിട്ട് 4 ആക്കി ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് നമ്മൾ ബോഡി പാർട്ടിന് 12 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 10 ഇഞ്ചാണ് ഞാൻ അതുപോലെ തുണിൻ്റെ വീതി എടുത്തിട്ടുള്ളത്. എന്നിട്ട് എനിക്കിവിടെ സാധാരണ സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടിയത് 16 ഇഞ്ചാണ്. ഇതുപോലെ 16 ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് വേണ്ടിയത്. അതിൽ കൂടെ ഞാൻ 3.5 ഇഞ്ച്, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു എലാസ്റ്റിക് ഇട്ടിട്ടുള്ള ഒരു ഇതുപോലെ വിടർന്ന് നിൽക്കുന്ന ഒരു സ്ലീവാണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ 3.5 ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 16-ൽ 3.5 ഇഞ്ച് ചേർത്തിട്ട് 19.5 ഇഞ്ചാണ് ഞാൻ ടോട്ടൽ ലെങ്ത്ത് ഈ സ്ലീവിന് എടുത്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമുക്ക് സ്ലീവിന് എനിക്ക് ലെങ്ത്ത് 16 ഇഞ്ചാണ് ആവശ്യം. നമ്മുടെ ഈ ഒരു സ്ലീവ് ആയതുകൊണ്ട് അത് ഞാൻ 3.5 ഇഞ്ച് എക്സ്ട്രാ ചേർത്തിട്ട് 19 ഇഞ്ചാണ് ഞാൻ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഇതുപോലെ 19.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് മേലെന്ന് താഴത്തേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിവിടുന്ന് ടോട്ടൽ ലെങ്ത്ത് എടുത്ത ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് എവിടെയാണ് നമുക്ക് 3.5 ഇഞ്ച് കിട്ടിയത് അതിലേക്ക് ഇതുപോലെ ഒരു ജോയിൻറ്റ് കൊടുത്തു. എന്നിട്ട് ഇത് ബാക്ക് കൈക്കുഴിയാണ്. ഫ്രണ്ട് കൈക്കുഴി 1/2 ഇഞ്ച് ഒന്ന് ഇറക്കിയിട്ട് കുഴിച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. ഇനി അടുത്തത് കൈയിൻ്റെ താഴ്വശം. നമ്മളിതൊരു ചുരുങ്ങി നിൽക്കുന്ന എലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് മാത്രമേ ഇവിടെ മൈനസ് ചെയ്തിട്ടുള്ളൂ. 10-ൽ നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 9 ഇഞ്ച് എടുത്തു. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് എടുത്തു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്ലീവ് വെട്ടിയിട്ട് ഇതുപോലെ 2 സ്ലീവും ഒരേപോലെ വരുന്ന രീതിയിൽ നിവർത്തിയെടുത്തിട്ടുണ്ട്. 2 സ്ലീവും അതുപോലെ ഒരേപോലെ നിവർത്തിയെടുത്ത ശേഷം ഈ കുഴിച്ച് വരച്ചതൊന്ന് നമുക്ക് അതേ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയാണ്. ഞാനത് ഫസ്റ്റായി കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബാൻഡ് ഭാഗമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അതുപോലെ ബോഡി പാർട്ടിൽ ഒരു ബാൻഡ് വേണം. അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ബാൻഡ് വെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബാൻഡ് വെക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്ന് ഇവിടെ ജോയിൻ്റ് ആണ് കേട്ടോ. ഈ ജോയിൻ്റ് ഭാഗത്തു നിന്ന് ഒരു 9 ഇഞ്ച് മതി. എന്താ വെച്ചാൽ നമ്മൾ ഈ സ്റ്റിച്ചിങ് ചെയ്യണതിൻ്റെ നമ്മളിപ്പോൾ ഇവിടെ ഇത്രത്തോളം ആ പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 9 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. അതിന് മുന്നേ തന്നെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിവിടെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഷേപ്പ് പിടിക്കുന്ന അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് അളവ് 10 ആണ്. അതിൻ്റെ ചെസ്റ്റ് അളവ് 40 ആണ്. അതിൻ്റെ 4 ഭാഗം 10 മാർക്ക് ചെയ്തു. അതുപോലെ താഴെ ഭാഗം നമ്മൾ സാധാരണ 1 ഇഞ്ചാണല്ലോ മാർക്ക് ചെയ്യുക. ഇവിടെ 10 ആണെങ്കിൽ 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇവിടെ 9 ആണല്ലോ നമ്മൾ മാർക്ക് ചെയ്യുക. ഇതിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 1/2 ഇഞ്ചാണ് ഞാൻ ഇവിടെ മൈനസ് ചെയ്യുന്നുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ 2 സൈഡിൽ ആ വള്ളിയും കൊണ്ടൊന്ന് ടൈറ്റാക്കി കെട്ടിക്കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് ഷേപ്പ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഷേപ്പ് വരക്കണ പോലെ ഇങ്ങനെ വരക്കാം. അതുപോലെ ഇതെങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 ഇഞ്ച് മാത്രമാണ് ഷേപ്പിന് പിടിച്ചിട്ടുള്ളൂ. 9.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ എനിക്കിവിടെ 1/2 ഇഞ്ചിൻ്റെ ഒരു ലൂസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് നമ്മൾ ആ കെട്ടണ വള്ളിയും കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ 9 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാണ് നമ്മളൊരു ആ ബെൽറ്റ് വെക്കുന്ന സമയത്ത് ആ ഒരു ബാൻഡ് പീസ് വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാണ്ട് അടിച്ച് പറഞ്ഞാൽ ഈ പീസ് വെക്കുന്നത് നമ്മൾ ഷേപ്പ് പിടിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഇതുണ്ടോ 9 ഇഞ്ചിൻ്റെ അവിടെ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് 9 ഇഞ്ച് ഇത്രയും നീട്ടുള്ള ഒരു ബാൻഡാണ് ഞാൻ ഇവിടെ വെക്കാൻ പോണത്. ഇതാണ്ടോ 9. അപ്പോൾ അതിനും വേണ്ടിയിട്ട് നമ്മൾ സ്ലീവ് വെട്ടിയപ്പോൾ ബാക്കി കിട്ടിയ പീസാണ്. ഇതിൽ ഞാൻ അതുപോലെ ഡബിൾ മടക്കായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡബിളായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. മടക്കിയ ശേഷം 2 ഇഞ്ച് വീതിയിൽ 9 ഇഞ്ചാണ് നമുക്ക് ഇവിടെ നിങ്ങളുടെ 9 ഇഞ്ചാണ് നമുക്ക് ആവശ്യം. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിയിട്ട് 10 ഇഞ്ച് ഞാൻ അതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 2 പീസ് വേണം. ബാക്കിൽക്കും ഫ്രണ്ടിൽക്കും അങ്ങനെ 2 പീസ് വേണം. അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു 2 പീസ്, അതുപോലെ ഇവിടേക്കും 2 പീസ് 10 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയിലും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതുപോലെ ഒരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയർ പീസ് എടുത്തു. എന്നിട്ട് നമ്മുടെ ബോഡി പാർട്ട് എടുത്തു. ഇത് ഞാൻ ഫ്രണ്ട് ഭാഗമാണ് ആദ്യം ചെയ്യണത്. എന്നിട്ട് നല്ല ഭാഗം താഴത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുത്തു. മനസ്സിലായില്ല? ആദ്യം സ്ക്വയർ പീസ് വെച്ചു, അതിന് മേലെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ നല്ല ഭാഗം താഴത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചു. എന്നിട്ട് ഞാനൊരു ബീഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇളകി വരാതിരിക്കാനാണ് ഇങ്ങനെ ബീഡ്സ് കുത്തി നിർത്തുന്നത്. ഇനി നമുക്ക് 4 ഇഞ്ച് ഗ്യാപ്പിൽ ഇത് റൗണ്ടായിട്ട് നെക്കൊന്ന് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കും ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ബാക്ക് നെക്കും ഇതേ രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഓരോ കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഈ കട്ടിങ് കൊടുക്കുന്നത്? നമ്മളിങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കട്ടിങ് കൊടുക്കുന്നത്. എന്നിട്ട് ബാക്കി ബാലൻസ് വന്ന പീസിനെ നമ്മൾ സ്ക്വയർ പീസാണല്ലോ വെച്ചത്, ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് ഒന്ന് മടക്കി തയ്ക്കാം. ഒരൊറ്റ ലെയർ മടക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഒരൊറ്റ മടക്കും മതി. നമുക്കൊന്ന് റൗണ്ടായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. അതിന് 2 നല്ല പീസ്, ഇപ്പോൾ ഇതും നല്ല ഭാഗമാണ്, അതുപോലെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ഒരേപോലെ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ കണ്ടോ, ഈ 2 ഷോൾഡറും ഒരേ ലെവലിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് കണ്ടോ, ഇതുപോലെ കറക്റ്റായിട്ട് ഒരേ ലെവലിൽ വരുന്ന പോലെ വെച്ച ശേഷം നമുക്ക് ഈ ഒരു അറ്റത്തുനിന്ന് ഈ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ 2 ഷോൾഡറും നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതിച്ചടി കൊടുക്കണം. ഈ ഒരു ഭാഗം അതുപോലെ നല്ല നീറ്റായിട്ട് കണ്ടോ, ഈ ഒരു സൈഡിൽ നമുക്ക് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ 4 ഇഞ്ച് ഗ്യാപ്പിൽ റൗണ്ടായിട്ട് നമുക്കൊന്ന് പതിച്ചടി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ ഒരു ബാൻഡ്, ഈ ഒരു പീസ് ഇതിൽ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് 9 ഇഞ്ച് മാർക്ക് ചെയ്തത് ഈ ഒരു വശത്തേക്കും ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് 2 ഇഞ്ചാണ്. ഇതുപോലെ 2 സൈഡിലും മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ 2 അറ്റവും കണ്ടോ കറക്റ്റ് 9 ഇഞ്ചിൽ വരുന്ന രീതിയിലാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ 2 സൈഡിലും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഈ ഒരു പീസിന് കറക്റ്റായിട്ട് ഇങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതാണ്ടോ, ഇവിടെ നിന്നുണ്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ കറക്റ്റായി വെച്ച ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് സ്ട്രൈറ്റായിട്ടൊന്ന് ഈ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ എവിടെയാണോ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇതിനതുപോലെ നിവർത്തി എടുത്ത ശേഷം ഈ താഴെ വെച്ചിട്ട് നമുക്ക് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുക. 2 സൈഡ് ഇതുപോലെ ഞാൻ ബാക്കിലും ഫ്രണ്ടിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ലീവ് റെഡിയാക്കാം. ഇനി സ്ലീവിൻ്റെ ഇതുപോലെ സ്ലീവ് എടുത്ത് താഴ്ഭാഗം നമ്മൾ 3 ഇഞ്ച് ഇതിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, നമ്മൾ 3 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട ഒരു ഭാഗം ഞാൻ അതുപോലെ 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഇടയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 3.5 ഇഞ്ചാണ്, 1/2 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാൻ. ബാക്കി 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അരികു വശം, ആകാത്ത വശത്ത് കണ്ടോ, അത് നല്ല വശം താഴെയാണ്. ഇതുപോലെ ചെറുതായി ഒന്ന് മടക്കിയ ശേഷം എവിടെയാണോ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതാണ് ഈ മാർക്കിംഗ് പീസ് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കിയ ശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ കൂടെ എൻഡിൽ കൂടെ ഒന്ന് സ്ട്രൈറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ അവിടെ ഇതുപോലെ പതിച്ച് 3 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ ഒരു അടി കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ സ്ട്രൈറ്റായിട്ട് വേറൊരു അടിയും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മൾ ആദ്യം 3 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു. അതിൻ്റെ അറ്റത്തുനിന്ന് ഈ ഒരു ഭാഗത്തേക്ക് 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ സ്ട്രൈറ്റായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ എലാസ്റ്റിക് കയറ്റുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള എലാസ്റ്റിക് 10.5 ഇഞ്ച് ലെങ്ത്തിൽ നിങ്ങളുടെ കയ്യിൻ്റെ ഈ റൗണ്ട് എത്രയാണോ അതിനനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരളവിൽ
ഞാനിതാ 10.5 ഇഞ്ചാണ്, ഇതുണ്ടോ 10.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് 2 പീസ് ഇതുപോലെ മുറിച്ചെടുത്തു. ഇനി നമുക്കൊരു സേഫ്റ്റി പിന്നിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിനൊന്നും അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഇതുണ്ടോ ഇതിലൂടെ ഇങ്ങനെ ഒന്ന് നമുക്ക് അറ്റം വരെ ഒന്ന് കയറ്റിയെടുക്കാം. ഈ ഒരു ഇത് കയറുമ്പോൾ നമുക്ക് ഈ ഒരു പീസ് കണ്ടോ, ഇത് അറ്റത്ത് എത്തിയപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ അതിലൂടെ എടുക്കുമ്പോഴത്തേനും എലാസ്റ്റിക് അഴിഞ്ഞു വരും. ഇതുപോലെ ഞാൻ ഈ ഒരു എൻഡിൽ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് മൊത്തമായിട്ട് കയറ്റിയിട്ട് അതുപോലെ ഈ ഒരു സൈഡിലെത്തി നമുക്ക് എലാസ്റ്റിക് ഒന്ന് ഈ ഒരു ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് സേഫ്റ്റി പിൻ അഴിച്ചെടുത്ത ശേഷം ഈ ഒരു ഭാഗത്തും നമുക്ക് ലോക്ക് ഇട്ട് വെക്കാം. ലോക്ക് ഇട്ടിട്ടില്ലെങ്കിൽ എന്താവും, എലാസ്റ്റിക് അഴിഞ്ഞു പോകും. നമുക്ക് 2 കൈയും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ 2 കൈയും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് ഇരിക്കുക. എലാസ്റ്റിക് ഒന്നും നമുക്ക് പുറത്ത് കാണൂല, നല്ല നീറ്റായിട്ടുണ്ടോ. ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കൂ, എലാസ്റ്റിക് ഒന്നും നമുക്ക് വെളിയിൽ കാണാണ്ട് ഇതിൻ്റെ നല്ല വശം ഉണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുക. എനിക്കൊരു സ്ലീവ് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് അടുത്ത ഇത് 2 സ്ലീവിന് അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഒന്ന് ഫ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2ആക്കി ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓപ്പൺ സൈഡിൽ നിന്ന് ഇതുപോലെ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതാണ്ടോ ഇവിടുന്ന് ഇതിലേക്ക് ഒരു 5.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊരു മാർക്ക്. ഇത് നമുക്ക് എന്തിനാ വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം പ്ലെയിൻ ആയിട്ട് ഇരിക്കണം. ഈ ഒരു നിവൃത്തിയെടുത്താൽ ഈ ഒരു സൈഡിൽ നിന്ന് തൊട്ടിട്ട് ഈ ഒരു പോയിന്റ് വരെയാണ് നമ്മൾ ഫ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റ് ഇതുപോലെ പ്ലെയിൻ ആക്കി വിടുക. എന്നിട്ട് ഈ ഒരു ഫൂട്ട് ഇതുപോലെ മേലേക്ക് പൊന്തിച്ച ശേഷം സൂചിനെ കുത്തി നിർത്തിയിട്ട് 1 ഇഞ്ചിൻ്റെ ഫ്ലീറ്റാണ് നമ്മൾ പിടിച്ചെടുക്കാൻ പോകുന്നത്. ഇതുപോലെ വീതിയുള്ള 1 ഇഞ്ചിൻ്റെ ഫ്ലീറ്റ് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഒന്നെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം ഒന്നിങ്ങനെ തയ്ച്ച് കൊണ്ടുവന്ന് നിർത്തണം. വീണ്ടും നമ്മൾ ഈ ഒരു ഫൂട്ടിനെ പൊന്തിച്ച ശേഷം ഇതാണ്ടോ 1/4 ഇഞ്ച് നമ്മൾ അടിച്ചിട്ടില്ല. ഇതുപോലെ ഈ ഭാഗത്ത് നിന്ന് ഇതുവരെക്കും 1 ഇഞ്ച് ഗ്യാപ്പ് നോക്കുക. നന്നായിട്ട് ഇതിൻ്റെ താഴത്തേക്ക് ഇതുപോലെ തള്ളി വെക്കുക. അപ്പോഴാണ് ഫ്ലീറ്റ് താഴെ വരെ നല്ല നീറ്റായിട്ട് നിൽക്കുള്ളൂ. ഇതുണ്ടോ ഇനി വീണ്ടും ഇത് ഇവിടുന്ന് അടിച്ച് ഈ ഒരു 1/4 ഭാഗം വരെ നമുക്ക് തയ്ച്ച് നിർത്താം. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഇത് പൊന്തിച്ചു. ഇവിടുന്ന് ഇതുപോലെ ഉള്ളിലേക്ക് നല്ലോണം ഈ ഒരു ഫ്ലീറ്റ് തള്ളി നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ ഇനി വീണ്ടും ഇതൊരു 1/4 ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നിർത്തുക. കണ്ടോ നല്ല ഉള്ളിലേക്ക് തള്ളി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി വീണ്ടും നമുക്ക് അങ്ങനെ മൊത്തം ഈ ഒരു അറ്റം വരെ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്രില്ല് ഇതുപോലെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് ഇതിൽ വെച്ചിട്ട് ജോയിൻ്റ് ആവുന്നുണ്ടോ നോക്കണം. ചെറുതും വലുതാവാതെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് അതൊന്ന് വെച്ച് നോക്കാം. അതുപോലെ ബോഡി പാർട്ട് എടുത്തിട്ട് ഈ ഒരറ്റത്തുനിന്ന് കണ്ടോ ഇതുപോലെ ഈ ഒരറ്റം വരെ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ എനിക്കിതുപോലെ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ അറ്റത്തുനിന്ന് ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ ഒരു പാർട്ടാണ് നമുക്ക് അധികം പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു ഫ്ലീറ്റും കൂടി അതുപോലെ കൊടുത്തെടുക്കാം. നിങ്ങൾക്ക് ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ 2 സൈഡെത്തി ഓരോ ഫ്ലീറ്റ് അഴിച്ചു വിട്ടിട്ട് ചെറിയ ഓരോ ഫ്ലീറ്റ് നമ്മൾ നല്ല ഉള്ളിലേക്ക് തള്ളിയിട്ടാണല്ലോ ഫ്ലീറ്റ് ഇട്ടിട്ടുള്ളത്. അതിനൊന്ന് നമുക്കിങ്ങനെ ഇതുപോലെ ഈ ഒരു ഫ്ലീറ്റും ഇതുപോലെ ഈ ഒരു സൈഡത്തെ അഴിച്ചു വിട്ട ശേഷം ചെറുതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. കണ്ടോ അപ്പം നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടും. ഇപ്പം എനിക്കിത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ 2 പാർട്ടും ബാക്കും ഫ്രണ്ടും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ആയിട്ട് 2 ബാക്കും ഫ്രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൽ ഇതിനൊന്ന് വെച്ച് ജോയിൻറ്റ് ചെയ്യണം. അപ്പം അതിന് ഇതുപോലെ എടുത്ത ശേഷം ഇതിൻ്റെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ നല്ല വശവും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ച ശേഷം ഇതുപോലെ ഒരുപോലെ പിടിച്ചിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ
നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് കാണുന്നുണ്ടോ ഇതിൻ്റെ മേലെ കൂടെ ഈ അറ്റം പേര് ഒന്ന് തയ്ച്ചെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കും ഫ്രണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ രണ്ട് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ ജോയിൻറ്റ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ സ്ലീവ് വെച്ചിട്ട് ഇതിൽ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടോ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ കുഴിച്ച് വെട്ടിയിട്ടുള്ള ഭാഗം ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പോലെ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഷേപ്പ് പിടിക്കാം, ബോഡി ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 4 ആക്കിയിട്ട് ഞാൻ ഇതിനെ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം നമ്മുടെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ എത്രയാണോ കിട്ടിയത് അതിൻ്റെ 4 ഭാഗം, ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് 40ആണ്, അതിൻ്റെ 4 ഭാഗം 10 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഈ ഷേപ്പ് ലെങ്ത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ 1/2 ഇഞ്ച് മാത്രമേ ഷേപ്പ് പിടിക്കണുള്ളൂ, ബാക്കി 1/2 ഇഞ്ച് ശരിക്കും 9ആണ് വരിക. അതിന് നമ്മളൊരു വള്ളി ഇട്ടിട്ട് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ വിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ഒരു പീസ് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഉള്ളിലേക്ക് വള്ളി കയറ്റാൻ പറ്റുന്ന പോലെ ഒരു ബാൻഡ്, ആ ബാൻഡ് ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. കറക്റ്റ് 9 ഇതുണ്ടോ, കറക്റ്റ് 9 ഇഞ്ചിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും ചേർത്തിട്ട് ഞാനിവിടെ 9.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. ഇനി അടുത്തത് നമ്മുടെ സ്കേർട്ട് പാർട്ട്. ഇപ്പം ഇവിടെ എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് അവിടുന്ന് അങ്ങനെ വന്ന് ഇത് ഈ ഒരു സ്കേർട്ട് പാർട്ടിൻ്റെ ഈ അറ്റം എത്ത് അതിനെ കണ്ടോ അങ്ങനെ ചെരിച്ച് കൊണ്ടുവന്നിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഈ അറ്റം വരെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി അടുത്തത് സ്ലീവ്. ഇത് ബെൽ സ്ലീവ് ആണല്ലോ, അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു അറ്റത്ത് നിന്ന് ഇതിങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന സ്ലീവാണ്. അപ്പം നമുക്ക് താഴെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറൊന്നുമില്ല. ഈ ഒരു അറ്റത്ത് നിന്ന് ഇതുപോലെ ഒന്ന് വരച്ച് ഇവിടെ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ എത്തിയപ്പോൾ ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പ്, ഇവിടെ എത്തിയപ്പോൾ ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ എവിടെയാണോ ഈ നമ്മൾ ബോഡി വരച്ചെടുത്തില്ലേ, ഇത് എവിടെയാണോ നിൽക്കുന്നത് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഈ ബോഡി ഒന്ന് നമ്മൾ എങ്ങനെയാണോ വരച്ച് അതുപോലെ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഷേപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഈ താഴ്ഭാഗം 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ചെറുതാക്കി മടക്കിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കാം. അങ്ങനെ നമുക്കിത് റൗണ്ട് ആക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ താഴെ ഇതുപോലെ മടക്കി അടിച്ചെടുത്തു. ഇനി അടുത്ത് നമുക്ക് ഈ സൈഡിൽ തൂക്കെട്ടാനുള്ള വള്ളി ഉണ്ടാക്കണം. അതിനും വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് ഗ്യാപ്പിലുള്ള ഒരു തുണി വെട്ടിയെടുത്ത് അതിന് 2 ആക്കി മടക്കിയിട്ട് 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തിട്ട് വേസ്റ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അറ്റം ഭാഗം ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ഒരു കമ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു കമ്പി വെച്ചിട്ട് ഈ ഒരു അറ്റത്ത് ഇതുപോലൊന്ന് കുത്തിയ ശേഷം നമുക്ക് കണ്ടോ ഇതെങ്ങനെ വലിച്ചു പറഞ്ഞാൽ നമ്മുടെ വള്ളി റെഡിയാകും. ഇനി നമുക്കിത് മൊത്തമായിട്ടൊന്നിങ്ങനെ മറിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ അറ്റം പേര് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കമ്പീനെ ഊരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ ഇത് മൊത്തമായിട്ടൊന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വള്ളി മറിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് കണ്ടോ ഇതുപോലത്തെ കുറച്ച് റോസാമുട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ എങ്ങനെയുണ്ട് റോസാമുട്ടു? നമുക്കിതുപോലത്തെ ഈ തുണി വെച്ചിട്ട് തന്നെ ഇതുപോലെയുള്ള റോസാമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ അത് ഭംഗിയില്ലേ കാണാൻ? ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ റോസാമുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെട്ടിയെടുത്ത ഈ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമ്മുടെ ഈ ഒരു ഡോറി കറക്റ്റ് ഈ സെൻറ്ററിൽ വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക. അതിന് ശേഷം ഈ ഒരു പാർട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. കണ്ടോ? ഇനി ഈ ഇത് ഓപ്പോസിറ്റ് ഇതേപോലെ തന്നെ ഇതിൻ്റെ ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി ഇനി നമുക്ക് ഈ ഒരു ഭാഗം 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഇതുപോലെയുള്ള ഒരു പീസിനെ ഇതുപോലെ 2 ആക്കി കോണ് പോലെ മടക്കിയ ശേഷം നമ്മളുടെ ഈ ഒരു വള്ളിനെ ഇതുപോലെ സെൻറ്ററിൽ വെക്കുക. വെച്ച ശേഷം
ഈ ഒരു അറ്റം ഇതുപോലെ അവിടേക്കും ഇനി ഇതിനെ ക്രോസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിനൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത ശേഷം നമുക്ക് ഇതിന് എത്രത്തോളം ഫ്ലീറ്റ് ഇത് അതുപോലെ ഫ്ലീറ്റ് ഇട്ടിട്ട് ഒക്കെ പാടെ ചുരുട്ടി കൂട്ടുക. വേണ്ട, എല്ലാം പാടെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ട് ഒന്നിച്ച് വെച്ചിട്ട് അടിക്കുക. അപ്പോൾ നമുക്ക് ഈ സൂചിനെ താഴ്ത്തി നിർത്തുക. ഈ ഒരു കൂട്ടിന് ഇതുപോലെ ഉയർത്തി പിടിച്ചിട്ട് നമുക്ക് എത്രത്തോളം ഇതിനെ ചുരുട്ടി വെക്കാൻ പറ്റുമോ അത്രയും ചുരുട്ടിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച ശേഷം നമുക്ക് 2-3 സ്റ്റിച്ച് ഇതേ ചെയ്തെടുക്കാം. ഇനിയും നമ്മൾ വെക്കുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഇതിനെ ചുരുട്ടി പിടിക്കാം. നമുക്ക് ഇത് നന്നായിട്ട് ചുരുണ്ടോ അത്രയും ഭംഗിയാണ് കാണാൻ. ഇതുപോലെ തന്നെ നമുക്ക് 2-3 പ്രാവശ്യം കൂടി ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമുക്ക് ഇതിലുള്ള ഈ ഒരു വേസ്റ്റ് ക്ലോത്തൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഇതുണ്ടോ, ത്രെഡൊക്കെ കട്ട് ചെയ്ത് നീറ്റാക്കിയ ശേഷം നമുക്ക് നമ്മുടെ ഈ റോസാമൊട്ടിനെ ഇതുപോലെ നല്ല ഭാഗത്തേക്കൊന്ന് തിരിച്ചെടുക്കാം. നമ്മുടെ റോസാമൊട്ട് കട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി വെച്ച് ഒരു ഭാഗത്ത് 3 എണ്ണം വെക്കേണ്ടത്. ഇനി അടുത്തതും നമുക്ക് സെയിം ഇതുപോലെ ക്ലോത്ത് അതങ്ങനെ വെച്ചെടുത്തു. താഴത്തേക്ക് വരുന്ന രീതി ഇതുപോലെ വെച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ ഈ മുട്ടിനെ തിരിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി വെച്ചെടുത്ത് നമുക്ക് എത്രത്തോളം ഇത് വേണം അതിനനുസരിച്ചിട്ട് ഗ്യാപ്പ് വേണം അതിനനുസരിച്ച് വെക്കുക. എന്നിട്ട് ഇതിന് ഈ ഭാഗത്തേക്കും മടക്കി ഇതിന് ഈ ഭാഗത്തേക്കും മടക്കി ഇനി നമുക്ക് ഇതും സെയിം അത് ചെയ്ത് അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് ക്ലോത്ത് ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ. ഈ ഭാഗത്ത് നമ്മൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്താവും, നമ്മുടെ ഈ ഡോറിയും കൂടി കട്ടായി പോവും. അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ച ശേഷം ഇതുപോലെ ഈ ഒരു പീസിനെ താഴത്തേക്ക് ആക്കി വെക്കുക. നമ്മുടെ ഒരു വള്ളിയിൽ തട്ടരുത് കേട്ടോ, അപ്പോൾ അത് പീസ് മുറിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിനെ അപ്പുറത്തേക്ക് മറിച്ചിട്ടിട്ട് ഈ വേസ്റ്റ് ക്ലോത്തിനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ക്ലോത്ത് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല വൃത്തിയായിട്ട് മടക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സെയിം ഇതിനെയും ഇതുപോലെ നന്നായിട്ട് ചുരുട്ടിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ ഞാനിതും ഇതുപോലെ ചുരുട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ ഈ ഒരു ഡോറിനെ താഴത്തേക്ക് ആക്കിയ ശേഷം അതിൽ തട്ടാത്ത രീതിയിൽ നമുക്കിതുപോലെ വേസ്റ്റ് ആയിട്ടുള്ളതിലൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിനെയും താഴത്തോട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഈസിയാണ് കേട്ടോ ഈ ഫ്ലവർ ചെയ്യാൻ, നല്ല ഭംഗിയിട്ട് കാണാൻ കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഇനി ഒരു ഫ്ലവർ നമ്മൾ സെയിം ഇത് ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യാനുള്ളത്. നമുക്ക് ഇതുപോലെ വെച്ചു നമ്മൾ ഒരു പീസിന് അങ്ങനെ താഴത്തേക്ക് വെച്ചു. ഇനി ഈ ഒരു വള്ളി ഇതുപോലെ വെച്ചു, ഇങ്ങോട്ട് ക്രോസാക്കി ഇങ്ങോട്ടും ക്രോസ് ആക്കിയ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതും സെയിം ഇതിനെ താഴത്തേക്ക് ആക്കിയിട്ട് വേസ്റ്റ് ക്ലോത്തിനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ക്ലോത്തിനൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് ഇതേപോലെ ഞൊറിയിട്ട് ചുരുക്കിട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
നമ്മുടെ ഈ 3 ഞാൻ ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിൽ ചെയ്ത ശേഷം നമ്മൾ സാധാരണ പിന്നെ ഞാൻ ഇപ്പോൾ ഇതിന് വള്ളി ഇട്ട് കൊടുത്തു കേട്ടോ. ഇതുപോലെ ഈ വള്ളി ഞാൻ ഇട്ട് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സൈഡിലും ഇതുപോലെ ചെയ്തെടുത്ത് വള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ ചെയ്ത ശേഷം ഈ സൈഡിൽ ഇതുപോലെ ഈ റോസാമൊട്ട് വെക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു സേഫ്റ്റി പിന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു എന്താണ് ഡോറിനെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ വർഷത്തിൽ കൂടെ എടുക്കുക. ഇപ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ കണ്ടോ റോസാമുട്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇതുപോലെ നമ്മൾ റോസാമുട്ടൊക്കെ അതുപോലെ ഞാൻ 2 സൈഡിലും നമുക്ക് എത്ര തടിക്കനുസരിച്ചിട്ട് ഇതുപോലെ ചുരുക്കിയിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തിൻ്റെ തടിക്കനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇതിലൊന്ന് കണ്ടോ അങ്ങനെ വലിച്ച് ഞാനിപ്പോൾ ഇത് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതങ്ങനെ വലിച്ച് നമുക്കിതുപോലെ ഒന്ന് ഇവിടെ ഒരു ഇതുപോലെ കെട്ടിയ ശേഷം നമുക്ക് ഇതുണ്ട് അതങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ചുരുക്കി വരുന്ന പോലെ വെക്കാം. അതുപോലെ നമ്മുടെ സ്ലീവ് കണ്ടോ, ഇതാണ് നമ്മുടെ സ്ലീവ്. 2 സൈഡുമായിട്ട് എലാസ്റ്റിക്കിൻ്റെ നമ്മൾ എലാസ്റ്റിക് ഇട്ടതൊന്നും തന്നെ അത് കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടാൽ മാത്രം പോരാട്ടോ ഈ വീഡിയോ. ഇതെല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എനിക്കോട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.